ഹലോ ഗൈസ്, ഞങ്ങൾ ഇവിടെ ഹോളിക്ക് വന്നതാണ്. ഇവിടെ എല്ലാ വർഷവും ഉള്ള വെൽക്കം ടു മൈ ചാനൽ. സോ ഒരു ഹോളി വ്ളോഗാണ് ഇത്. ഐ എം വിത്ത് ബർത്ത്ഡേ ഗേൾ ദിവ്യ. സെലിബ്രേറ്റ് ഹോളി ഇൻ ഷർദിൻ ഡെക്കറേഷൻ പാരീസ്. ഞങ്ങൾ മാത്രമേ ഇങ്ങനെ ജാക്കറ്റ് ഇട്ട് വന്നത്. ബാക്കി എല്ലാവരും വെള്ളയൊക്കെ ഇട്ട്. ഫ്രഞ്ച് ഉണ്ട്, കുറേ ഇന്റർനാഷണൽ ആൾക്കാരുണ്ട്, ഇന്ത്യൻസ് മാത്രമല്ല. ശരിക്കും 2 മാസം കഴിഞ്ഞിട്ടാണ് ഹോളി ആഘോഷിക്കാൻ. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ വെതർ മാർച്ചിൽ ശരിയല്ല. അതുകൊണ്ട് മെയിൻ ഇവർ എല്ലാ വർഷവും ഉണ്ട് ഇവിടെ. അടിപൊളിയാണ്, ഭയങ്കര ഗ്രാൻഡായിട്ടാണ്. ഇവിടെ കുറേ ഡാൻസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നുണ്ട്. ബോളിവുഡ് ഗൈസ് ഇവരെന്നെ കളിയാക്കുന്നു. 2 യൂറോയ്ക്ക് ഇവിടെ പൗഡർ കിട്ടും, കളേഴ്സ്. ഞങ്ങൾ മേടിച്ചില്ല, ഞങ്ങൾ ഭയങ്കര ദാരിദ്ര്യത്തിലായിരുന്നു. Est-ce que vous me promettez que vous allez danser avec ഞാൻ ഹോളിയുടെ നാഷണൽ ആന്തത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഫുൾ ഓറഞ്ച്, ഞാൻ ഫുൾ ഓറഞ്ച്. ഇവിടെ ഒരാളുണ്ട് ഇന്ത്യൻ ഫ്ലാഗ്. ഇന്ത്യൻ ഫ്ലാഗാ. അവര് ഫുള്ള് ഫ്രഞ്ചിലാ പറയുന്നത്. കുറെ ഫ്രഞ്ച് ഉണ്ട് ഇവിടെ. ഫ്രഞ്ചിലാ അവര് പറയുന്നത്. Now that we're almost towards the end, let's thank all our sponsors once. Ara. ടയേർഡായി, എനിക്ക് വെള്ളം കുടിക്കണം. Now that you all are all warmed up, അടിപൊളിയായിരുന്നു. ഞാൻ നാട്ടിൽ പോലെ ഇങ്ങനെ ആഘോഷിച്ചിട്ടില്ല. exit. ഇതിന്റെ വഴിയില്ലേ നമ്മൾ വന്നത്. ഈ പാർക്കിന്റെ ഉള്ളിൽ നെറ്റ്വർക്ക് ഉണ്ടാവില്ല. ഇവിടെ വന്നിട്ട് കണക്ക് ആൾക്കാരുള്ളൂ. അയ്യോ, ഐ ലൈക്ക് ദിസ് സോങ്. എത്ര ആൾക്കാരാന്നറിയോ കൺസേർട്ട്? 7 യൂറോ ആയിരുന്നു ഇതിന്റെ ഉള്ളിൽ എൻട്രി ഉണ്ടായിരുന്നത് എല്ലാ ഇയറിനും. ഞാൻ അതുകൊണ്ടാണ് നല്ല ഡ്രസ്സൊന്നും ഇടാതെ വന്നത്. എനിക്കറിയാം ഈ ഡ്രസ്സ് എനിക്കൊണ്ട് കളയാൻ.
സത്യം ഇവിടെ ഇത് ഫിനിഷ് ആയിട്ടില്ല. ഞാനിവിടെ മാത്രം ഇറങ്ങിയോ, എൻ്റെ ഫ്രണ്ട്സൊന്നും ഞങ്ങൾ ഇറങ്ങിയില്ല. ടയേർഡായി, എനിക്ക് വെള്ളം കുടിക്കണം. അപ്പം അത്രേ ഉള്ളൂ. ഇവിടെ 7 മണി വരെ, രാവിലെ 10 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെയാണ് ഇവിടെ പരിപാടി. ഒരു മൈല് തമിഴൊക്കെ ഫ്ലെക്സിബിൾ ആയിട്ട് വരുന്നുണ്ട്. ഫുഡൊക്കെ അവൈലബിൾ ആണ്. ഫുഡിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ കയറുന്ന എൻട്രി ഫീ മാത്രമാണ് 7 യൂറോ. പിന്നെന്താ, അടിപൊളിയായിരുന്നു ഗൈസ്. നെക്സ്റ്റ് ഇയർ ഞാൻ എന്തായാലും വരും. ലാസ്റ്റ് ഇയർ എനിക്ക് പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഇയർ വർക്കിൽ നിന്ന് ലീവ് എടുത്തിട്ടാണെങ്കിലും വന്നത്. അടിപൊളിയായിരുന്നു. ദിവ്യയുടെ ബർത്ത്ഡേ എന്താണേലും കളർഫുള്ളായിരുന്നു. വെള്ളം കുടിക്കാണ്ട് എനിക്ക് എൻ്റെ കിറ്റിയൊക്കെ വേനെടുക്കുന്നു. ഇങ്ങനെ വെള്ളം കുടിക്കാം. ഇവിടുന്ന് വെള്ളം കുടിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ്. സോ ഗൈസ്, വി ആർ നോട്ട് ഡ്രിങ്കിങ് ഫ്രം ഹിയർ. ശരിക്കും ഇംഗ്ലീഷിൽ വ്ളോഗ് എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ എൻ്റെ ഇംഗ്ലീഷ് നല്ല അലമ്പായതുകൊണ്ട് പിന്നെ കുറച്ച് വൈബ് വരണമെങ്കിൽ മലയാളം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ മലയാളത്തിൽ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ തമിഴിലും അതെ, വണക്കമൊന്നുമല്ല, അതിക്കും മേലെ എനിക്ക് തമിഴ് തരും. നല്ല തിരക്കുണ്ട് പാർക്കിൽ, പ്രത്യേകിച്ച് സൺഡേയും കൂടെ ആയതുകൊണ്ട്. പിന്നെ ഹോളിഡേ ആയിട്ട് കുറേ പേര് വന്നിരുന്നു. ഇവിടെ നിന്നൊന്നും സീനില്ല, ഈ കോളത്തിൽ പോകുന്നതുകൊണ്ട്. ഇത് കുറച്ച് പാരീസിനെ അങ്ങോട്ട് എത്തുമ്പോഴായിരിക്കും എല്ലാവരും നോക്കാൻ നിൽക്കുന്നത്. ഞങ്ങളുടെ ബാക്കി എല്ലാവരും വൃത്തിക്കൊക്കെയാണ് കളർത്തേക്കുന്നത്. നോക്ക് ഇവിടെ അതുകൊണ്ടാണ് എല്ലാവരും നോക്കുന്നത്. ഇത്രയും അലപ്പായിട്ട് വേറെ ആരും ഇല്ല. ദിവ്യ അവളുടെ ഫ്രണ്ട്സ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് ഡൗട്ടിലാണ്. അതുകൊണ്ട് ഞങ്ങളിപ്പം ഇറങ്ങണോ വേണ്ടയോന്നാണ്. കാരണം ഒരു പ്രാവശ്യത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ പിന്നെ ഒന്നും ടിക്കറ്റ് വേണം. സോ പാർക്കിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളിങ്ങനെ ഡൗട്ടില്ല. ഇത് തീരുന്ന ശരിക്കും 7 മണിക്കേ തീരുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 4:45 ആയിട്ടുള്ളൂ. ബട്ട് വി ആർ ടയേർഡ്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കുന്നത് ഇവരുടെ ഫ്രണ്ട്സ് വരുന്നില്ലെങ്കിൽ വെള്ളം കുടിച്ചിട്ട് ഒന്ന് ഇവിടുന്നേലൊക്കെ വെള്ളം മേടിച്ച് കുടിച്ചിട്ട് പിന്നെ ഒന്നോട് തിരിച്ച് കയറിയാലോ എന്നാണ്. എനിക്ക് ശരിക്കും വീട്ടിൽ പോകാൻ തോന്നുന്നില്ല, പക്ഷെ ഞാൻ ടയേർഡുമാണ് അങ്ങനെ. സോ ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഇതിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല. പക്ഷെ നമ്മളുടെ ബോഡി അതിന് അനുവദിക്കത്തില്ല. എങ്കിൽ ரெட் கலர் புடவை. അതാ இல்ல ரெட் கலர் புடவை, பட்டு புடவை. நான் பார்த்தேன். ഇവിടെ കുറേ ഫ്രഞ്ച് അവരൊക്കെ എന്താ പറയാ, ഈ ട്രഡീഷണൽ ഇന്ത്യൻ വെയർ ഇട്ടിട്ടാണ് വന്നത്. ലൈക്ക് ഭയങ്കര അടിപൊളിയായി കാണാനല്ല, നല്ല നല്ല അട്ടയേഴ്സ്, ലൈക്ക് സാരി വൈറ്റ് കളർ. അടിപൊളിയായിരുന്നു. ഇവിടെ അതേപോലെ സ്പീക്കറിലൊക്കെ ഇന്ത്യൻ സോങ്സ് ഹിന്ദി സോങ്സ് ഒക്കെ പ്ലേ ചെയ്യുന്നു. ശരിക്കും ഉണ്ടല്ലോ, നമ്മൾ സാധാരണ എനിക്ക് ശരിക്കും ഇന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം നമ്മളുടെ കൾച്ചർ ഇത്രയും ആൾക്കാർ ഇഷ്ടമാണെന്ന് കണ്ടപ്പം. ഈ സാധാരണ നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ എന്താ ഫുള്ള് എന്തെങ്കിലും ഇന്ത്യൻസിൻ്റെ എന്തെങ്കിലും വീഡിയോ ഒക്കെ ആണെങ്കിൽ അതിന് ഫുള്ള് ഹെയ്റ്റ് ആയിരിക്കും. ലൈക്ക് ഡു യു പീപ്പിൾ യൂസ് ഡിയോഡ്രൻറ്റ്, ഡു യു ഹാവ് ടോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ ഹെയ്റ്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ആൾക്കാർ ഇന്ത്യനെ ഇത്രയും ഹെയ്റ്റ് ചെയ്യുന്നുണ്ടോ. പക്ഷെ ഞാൻ ഇന്നിവിടെ ഹോളിക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവർ നമ്മളുടെ കൾച്ചർ ആഘോഷിക്കുമ്പോൾ നമ്മളുടെ സോങ്സിന് വൈബ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു സന്തോഷം. ഒരു ഇന്ന് ഹോളിക്ക് വന്നപ്പോൾ ശരിക്കും സന്തോഷമായി, ഹാപ്പിയായി. ഫ്രഞ്ച് വുമൺ സാരി ഉടുത്ത് ലൈക്ക് ദാറ്റ് ഓൾ ഫാമിലി ഈസ് വെയറിങ് ഇന്ത്യൻ. നെക്സ്റ്റ് ഇയർ ഞാൻ അടിപൊളിയായിട്ടും ഇന്ത്യൻ ഇതൊക്കെ ഇട്ട് വരും നമ്മൾ അല്ലേ. അടുത്ത നെക്സ്റ്റ് ഇയർ നമ്മൾ പൊളിക്കും. Yeah, your hair. Look at your head. Okay guys, so thanks for watching. ഇനി ഞാൻ ആക്ച്വലി കുറേ നാളായിട്ട് ഈ വ്ളോഗ് എടുക്കണം എന്ന് പ്ലാൻ ചെയ്യുന്നത്. കുറേ നാളായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ശരിക്കും 2-3 വർഷം കണ്ടൊക്കെ ഇത് ഇങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടി എൻ്റെ ഇൻസെക്യൂരിറ്റീസും പിന്നെ ഷൈനസും ഒന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. ഇപ്പം എന്തായാലും ഞാൻ ഈ കോളത്തിലല്ലേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, ഇപ്പം എന്തായാലും ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയും കൂടുതൽ വ്ളോഗ്സ് പാരീസിൻ്റെയും ഞങ്ങൾ സ്ഥലത്ത് പോകുന്നതിൻ്റെ ഒക്കെ വ്ളോഗുകൾ ഉണ്ടാകും. സോ യു ഷുഡ് സബ്സ്ക്രൈബ്, സപ്പോർട്ട്. What? Okay, so thanks for watching. Bye. You guys say bye.